നമസ്കാരം. പ്രധാന വാർത്തകൾ. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം. പുതിയ കേരളത്തിന്റെ ഉദയം. പുതിയ കേരളത്തിന്റെ ഉദയമെന്നും ഇത് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയെന്നും അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിദരിദ്രാവസ്ഥയെ മറികടന്നത് നാടിന്റെ സഹകരണത്തോടെയാണ്. ഫലപ്രദമായ ഇടപെടലുകൾ ഇനിയും തുടരണമെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് പുതിയ അധ്യായം തുറന്നു. ലോകത്തിനു മുന്നിൽ നാം ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നുവെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്ക് പ്രഖ്യാപിച്ച മന്ത്രി സജി ചെറിയാൻ. മലയാള കവിതയ്ക്ക് പുതുഭാവുകത്വം നൽകിയ KG ശങ്കരപ്പിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. കവിതയുടെ സംക്രമണകാലത്തിന് ശോഭയേകിയ കവിയാണ് KG ശങ്കരപ്പിള്ളയെന്ന് പുരസ്കാര സമിതി പറഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമാണ് KG ശങ്കരപ്പിള്ള. കേരള കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CP അബൂബക്കർ എന്നിവരടങ്ങുന്ന പുരസ്കാര സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് 2024 മാർച്ച് 8-നായിരുന്നു. മാറനല്ലൂരിൽ വൻ മോഷണം. 30 ലക്ഷത്തിലേറെ രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പുന്നാവൂർ റോഡരികത്ത് കൈതയിൽ ബാബുവിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. ബാബുവും കുടുംബവും പള്ളിയിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന് പിൻവാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാക്കൾ കിടക്കമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വളകൾ, മാല എന്നിവ ഉൾപ്പെടെയുള്ള 30 പവനിലേറെ സ്വർണ്ണമാണ് കവർന്നത്. തടി അലമാര, കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചാണ് ആഭരണങ്ങൾ കവർന്നത്. ബാബുവിന്റെ മകന്റെ ഭാര്യ അനീഷയുടേതാണ് ആഭരണങ്ങൾ. മാറനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. CPIM വനിതാ നേതാവ് കോൺഗ്രസിൽ ചേർന്നു. സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ്. എറണാകുളം എഴിക്കര പഞ്ചായത്തിലെ CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഗിരിജ ശശിധരനാണ് കോൺഗ്രസിൽ ചേർന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയും പഞ്ചായത്ത് CDS ചെയർപേഴ്സണുമായിരുന്നു ഗിരിജ ശശിധരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഗിരിജയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കോൺഗ്രസ് കൌൺസിലർ അതിദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ തട്ടി. ആലപ്പുഴയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഭക്ഷ്യക്കൂപ്പൺ തട്ടിയെടുത്തെന്ന ഗുരുതരമായ ആരോപണം ആലപ്പുഴയിലെ ഒരു കോൺഗ്രസ് കൌൺസിലർക്കെതിരെ ഉയർന്നു. ചേർത്തല നഗരസഭയിലെ കൌൺസിലറായ MM സാജുവിനെതിരെയാണ് ഒരു ഗുണഭോക്താവ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വിഷയം പോലീസിന് കൈമാറി. കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചു. വീരണക്കാവ് സ്വദേശി അശ്വിൻ ഷാജിയാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. ചായക്കുളം ആറ്റിൽ വീണായിരുന്നു അപകടം. കൂട്ടുകാരുമായി കളിക്കുന്നതിനിടെ ആറ്റിൽ വീണ പന്തെടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സ് എത്തിയാണ് അശ്വിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പൂവാർ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അശ്വിൻ. CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൊലപ്പെടുത്തിയ കേസ്. കോൺഗ്രസ് പ്രാദേശിക നേതാവിന് ജീവപര്യന്തം. 2015-ൽ തിരുവല്ല കടപ്ര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന KV സാമുവലിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കോൺഗ്രസ് പഞ്ചായത്ത് അംഗവും പ്രാദേശിക നേതാവുമായ TK കുരുവിളയാണ് കോടതി ശിക്ഷിച്ചത്. പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 3-ആണ് കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാണാതായ അയാളെ അയൽവാസിയുടെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറ്റത്തറ മോടിയിൽ MR രാജേഷിനെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കണ്ടെത്തിയത്. 46 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സമീപവാസിയുടെ വീട്ടിൽ പ്രായമായ സ്ത്രീ മാത്രമാണ് താമസം. ഇവരുടെ കൊച്ചുമകൻ ബംഗളൂരുവിൽ നിന്ന് ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് കിണറ്റിൽ മൃതദേഹം കണ്ടത്. തിരുവല്ല പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കണമെന്ന് KPCC ഭാരവാഹി യോഗത്തിൽ ആവശ്യം. ചിരിച്ചുതള്ളി മറ്റു ഭാരവാഹികൾ. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരിച്ചെടുക്കണമെന്ന് KPCC ഭാരവാഹി യോഗത്തിന്റെ ആവശ്യം. രാഹുലിന്റെ പേരെടുത്ത് പറയാതെയാണ് A ഗ്രൂപ്പുകാരനായ ഭാരവാഹി ആവശ്യമുന്നയിച്ചത്. പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള KPCCയുടെ ആദ്യ യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനായി വാദമുയർന്നത്. ആരോപണ വിധേയരെ CPIM പാർട്ടി പദവികളിൽ തിരികെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യമുയർത്തിയത്. എന്നാൽ അഭിപ്രായത്തിന് പിന്തുണയുണ്ടായില്ല. മറ്റു ഭാരവാഹികളുടെ അഭിപ്രായം ചിരിച്ചുതള്ളി. ഐക്യ ആഹ്വാനം നൽകിയാണ് യോഗം അവസാനിച്ചത്.